ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഏർപ്പാടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ ഇങ്ങനെ കാത്തിരിക്കും. ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷമായിരിക്കും നമ്മളവരെ കാണുന്നത്. ചിലപ്പോൾ വിദേശത്തു നിന്ന് വരികയായിരിക്കും. ചിലപ്പോൾ ഉപ്പൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടാവും. നമ്മൾ കാറിലോ അല്ലെങ്കിൽ ജീപ്പിലൊക്കെ എയർപോർട്ടിലേക്ക് പോകും. എന്നിട്ട് എയർപോർട്ടിൽ ഇങ്ങനെ കാത്തിരിക്കും, എപ്പോഴാണ് ഫ്ലൈറ്റ് വരുന്നത്. കുറേ കാലത്തിന് ശേഷം കാണുന്നതിനൊരു കൗതുകമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട ആളുകൾ നമ്മൾ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരും തമ്മിലുള്ളൊരു ആത്മബന്ധം ഉണ്ടാവും. ഇപ്പോൾ ഉപ്പ മോൻ എന്നുള്ള ബന്ധമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബന്ധമായിരിക്കും. എന്നാലും ഒരു നാട് മുഴുവൻ ഒരാളെ കാത്തിരിക്കുകയാണ്. ആ നാട്ടുകാരെന്നും ആ നാടിൻ്റെ അതിർത്തിയിൽ വന്നിരിക്കുകയാണ്. അയാൾ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. കാണാത്തപ്പോൾ തിരിച്ചു പോകും. ഇതുപോലെ റബീഉൽ അവ്വലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ മദീനയിൽ എത്തുന്ന സന്ദർഭമാണ്. സിദ്ദീഖ് തങ്ങളും മുത്തനബി തങ്ങളും വരുന്നുണ്ട് എന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. മദീനക്കാർ മദീനയിലേക്ക് ആദ്യം കുറച്ച് സ്വഹാബത്തൊക്കെ ഹിജ്റ പോയിട്ട് മദീനയിലുണ്ട്. മദീനയിലുള്ള കുറഞ്ഞ ആളുകൾ നേരത്തെ മക്കയിലേക്ക് വന്നവരുണ്ട്. അവർക്ക് മുത്തനബി തങ്ങളെ അറിയുള്ളൂ, അവരെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും അധികം കാണാത്തവരാണ്. ഇതുവരെ കാണാത്ത ഒരു നബിയാണ് അവർ കാത്തിരിക്കുന്നത്. അവരിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇതുവരെ മുത്തുനബിയെ അനുഭവിക്കാത്തവർ, മുത്തുനബിയെ അനുഭവിച്ചവരാണ് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് വരുന്നത്. അങ്ങനെ മുത്തുനബി തങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നത് ഒരു ജൂതനാണ്. അദ്ദേഹം വിളിച്ചു പറയാണ്, മദീനക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളെന്താ വരിക എന്ന് പറയുന്നുണ്ട്. അപ്പം മദീന ആകെ ഇളകി മറിയും. അതുവരെ മദീന കാണാത്ത രൂപത്തിൽ ആഘോഷ ആരവങ്ങൾ, ആ മദീനയുടെ വഴികൾ മുഴുവൻ തക്ബീറിൻ്റെ ധ്വനികൾ ഇങ്ങനെ ഉയരുകയാണ്. അതുപോലെ തൊലാൽ ബദ്രുവിൻ്റെ ഈരടികൾ ഇങ്ങനെ പാടിക്കൊണ്ടാണ് അവർ നബിയെ സ്വീകരിക്കുന്നത്. വീടിൻ്റെ മച്ചിൻപുറങ്ങളിലൊക്കെ കുട്ടികളും സ്ത്രീകളൊക്കെ ഇങ്ങനെ എത്തി നോക്കുകയാണ്. മുത്തുനബി വരുന്നതും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഒരുപാട് കാലം നിന്നവരാണല്ലോ. അങ്ങനെ ഇതുവരെ മദീന കാണാത്ത രൂപത്തിലാണ് മുത്തുനബിക്ക് അവർ സ്വീകരണം കൊടുക്കുന്നത്. അവിടെ ഒരു രസമുണ്ട്. അതായത് മുത്തുനബി ഇങ്ങനെ വരുമ്പോൾ അവർ വന്നിട്ട് സിദ്ദീഖ് തങ്ങളാണ് അവിടെ നിൽക്കുന്നത്, വഴിയിൽ നിൽക്കുന്നത്. മുത്തുനബി സൈഡിൽ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതാണ് മുത്തുനബി എന്ന് വിചാരിച്ചിട്ട്, കാരണം അവരിതുവരെ കണ്ടിട്ടില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത്, മുത്തുനബി തങ്ങൾ വരുമ്പോൾ സിദ്ദീഖ് തങ്ങൾ ബഹുമാനിക്കുന്നത് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, ഇതാണ് മുത്തുനബി എന്നുള്ളത്. അപ്പോൾ ഇതുവരെ കാണാത്ത ഒരാളെയാണ് അവർ കാത്തിരിക്കുന്നത്. അത്രമേൽ അനുഭൂതിയുണ്ട്. സാന്നിധ്യം കൊണ്ട് തന്നെ, മുത്തുനബിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവർ ആ അനുഭൂതി ആസ്വദിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ കാലത്ത് ഉണ്ടാവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മളാ കാലത്ത് ഇല്ല. മുത്തുനബി അന്ന് മദീനയിൽ സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്കില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നൊരു തൗഫീക്ക് പഠിച്ചാൽ നമുക്ക് തരുന്നൊരു സംഭവമാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ മുത്തുനബിയെ സ്വീകരിക്കുന്നത് പോലെ, അതുപോലെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ മുത്തുനബിയുടെ ആ മാസത്തെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നതൊക്കെ ചിലർ ചോദിക്കും. നമുക്കെങ്ങനെ നബിദിനം ആഘോഷിക്കാതിരിക്കാൻ പറ്റുക? കാരണം അന്ന് അവിടെയുള്ള അൻസ്വാറുകളാണ് നമുക്ക് മാതൃക. അവർ മുത്തുനബിയെ സ്വീകരിച്ച ഒരു രൂപമുണ്ട്. അത്രമേൽ മനോഹരമായിട്ടൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കഴിയുന്നതിൻ്റെ ഒരു മിനിമം ലെവൽ അല്ല, മാക്സിമം ലെവലൊക്കെ നമ്മൾ ചെയ്യണ്ടേ. ഈ വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ നാട്ടിലൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അഞ്ചൻ എന്നോട് പ്രസംഗം ചോദിച്ചു. പ്രസംഗവും കഥ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു എനിക്ക്. അതായത് നബിദിനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരുങ്ങാനുണ്ട്. അപ്പോൾ എനിക്ക് മദ്രസയിൽ എന്തുണ്ടാവും, കഥയുണ്ട്, പ്രസംഗമുണ്ട്, എനിക്ക് തരണമെന്ന് അറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, വല്ലാത്ത സന്തോഷമാണ്. ശരിക്കും ഈ കുട്ടികളെ പോലും അത് മുത്തുനബീൻ്റെ ജന്മദിനം വരുമ്പോൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സൊസൈറ്റി സമൂഹത്തിൽ തന്നെ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്ഥലമൊക്കെ ഇപ്പോൾ വൃത്തിയാവലർക്ക് റബീഉൽ അവ്വൽ വരുന്ന സമയത്തായിരിക്കും. കാരണം ആ സമയത്ത് എന്ത് ചെയ്യും, ചെറുപ്പക്കാരായ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങും, ജോലി കാട് വെട്ടി തെളിക്കും, അടുത്തുള്ള വേസ്റ്റും ബാക്കിയുള്ള കയറും. മുത്തുനബിയുടെ ജന്മദിനത്തെ ആഘോഷിക്കുന്ന ഒരു പറഞ്ഞല്ലോ നേരത്തെ, എന്ത് അൻസാരികൾ സ്വീകരിച്ചത്, ത്വലബദ്ർ പാടി സ്വീകരിച്ചൊരു ഇത്. അതേപോലെ റബീഉൽ അവ്വലിന് വരവർക്കാണ് ഒരു മിനി റമദാനൊക്കെ ഫീൽ ചെയ്യും. നമുക്ക് പള്ളിയൊക്കെ കാണാല്ലേ, പള്ളിയിലൊക്കെ കാണാൻ ഒരു മിനി റമദാനൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ റബീഉൽ അവ്വൽ 12 തന്നെ ഇനിയിപ്പോൾ സുബ്ഹി സമയത്തുള്ള മൗലിദ് നോക്കിയാൽ മനസ്സിലാവും. ആൾക്കാരതിലേക്ക് എന്താ, ആൾക്കാരിങ്ങനെ വരും. ചിലപ്പോൾ ചെറുപ്പക്കാർ ഈ ഏറ്റവും പ്രധാനം നമ്മൾ നോക്കേണ്ട ഒരു സാധനം, അതിൽ വരുന്ന ആൾക്കാരെയാണ്.
പങ്കാളി അതിൽ ഈ റബീഉൽ അവ്വലിന് വേണ്ടി തോരണം തൂക്കുന്നിടത്താവട്ടെ, റോഡ് വൃത്തിയാക്കുന്നിടത്താവട്ടെ, ബാക്കി എല്ലാ സജീവത്തിലേക്ക് ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നാട്ടുകാരൊക്കെ ഈ ചങ്ങായി കഞ്ചാവോളിയാണെന്നൊക്കെ അറിഞ്ഞ് ഒരു മാറ്റി നിർത്തിയ കുറേ ആൾക്കാരുണ്ടാവും. ഓരായിരിക്കും ഇതിൻ്റെ മുമ്പിലുണ്ടാവും. ഒരു പക്ഷേ ഓർക്ക് എന്താ ഇങ്ങനെ നല്ലൊരു വഴിയിലേക്കുള്ളൊരു പുതിയൊരു ജീവിതത്തിലേക്കുള്ളൊരു തുടക്കം കൂടിയാണിത്. നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ കുറേ ആൾക്കാരെ കാണാം. റബീഉൽ അവ്വലിന് വന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ സ്വാഭാവികമായിട്ട് നിസ്കാര സമയം നിസ്കരിക്കാൻ കയറും. അവിടെ നേരാവണ്ണം നിസ്കരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരോട് കൂടെ ഈ ചങ്ങായിമാരുണ്ടാവും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പള്ളിയിലേക്ക് ഒന്നിച്ച് പോകും, അങ്ങനെ നിസ്കരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ സുബഹി സമയത്തെ ഈ ആ ഒരു മൗലിദിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആത്മീയമായും തോന്നുന്നു, ഒരു തേടിയും തോന്നുന്നു ഒരു കിട്ടും. അപ്പോൾ ഇതൊക്കെ ഏതൊരു മേഖലയിൽ നോക്കിയാൽ വീട്ടുകാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വീട്ടിലുള്ള ഉമ്മമാരിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്, ഒരു മക്കളെ ഇതിന് വേണ്ടി അണിയിച്ചൊരുപ്പിക്കുന്നതും എല്ലാ മേഖലകളിലും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ചോദിച്ച പോലെ എങ്ങനെയാണ് റബീഉൽ അവ്വൽ കഴിക്കാതെ ഈ ആഘോഷിക്കണം. അതിൽ എന്തില്ല, ഒരു പക്ഷെ നാട്ടുകാർ മൊത്തം പഴിചാരി ഒരു സൈഡിലാക്കിയ ആൾക്കാരാവട്ടെ, ഇനി ബാക്കിയുള്ളവരാവട്ടെ, എല്ലാവർക്കും എന്താണ് മുത്തിന് വീട് ജന്മദിനം എന്ന് പറയുമ്പോൾ അത് ആഘോഷം. അത് എന്താ അത് മനസ്സിലാവുമല്ലോ, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരിതാണ്. അതിന് നമ്മൾ പിന്നെ അതെന്തുണ്ടോ ഇതുണ്ടോ അതുണ്ടോ എന്ന് ചോദിക്കലില്ല. സ്വാഭാവികമായിട്ട് എന്ത് നമ്മളെ ഹൃദയത്തിൽ അതുണ്ട്, മുത്തിനെ വീട് ജന്മദിനം എന്തായിരുന്നു. നമ്മളെന്ത് ചെയ്യും, ഇവിടുത്തെ ജന്മദിനത്തിൽ എപ്പോഴും അവിടുത്തെ മതം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള മാസങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് അവിടുത്തെ അവദാനങ്ങൾ നമ്മൾ പാടാറുണ്ട്. അത് അവിടുത്തെ പുകഴ്ത്തി പാട്ടുകൾ പാടാറുണ്ട്, മൗലിദുകൾ പാടാറുണ്ട്, പാട്ടുകൾ പാടാറുണ്ട്. ബാക്കിയുള്ള മാസത്തൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? റബീഉൽ അവ്വൽ മാസം. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ സ്നേഹിക്കുന്ന കാരണം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാനവിടെ കേട്ടിട്ടുണ്ട്, ലവ് ഈസ് നോട്ട് അബൌട്ട് എ പൊസിഷൻ ബട്ട് ഇറ്റ്സ് അബൌട്ട് എ അപ്രിസിയേഷൻ എന്നുള്ള സാധനം. ലവ് എന്ന് പറഞ്ഞാൽ, അത് സ്നേഹം എന്ന് പറഞ്ഞാൽ, പ്രണയം എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയണം, പറഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്താലും നമ്മൾ സ്വാഭാവികമായിട്ട് പറയും. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പറയാൻ അർഹപ്പെട്ട ഒരാളാണ് എന്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതിന് മുത്തനബിയുടെ ജീവിതത്തിൽ തന്നെ തെളിവുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷവും ബാക്കിയുള്ള ഭാര്യമാരുടെ ഒക്കൽ പോയിട്ട് എന്ത് ചെയ്യും, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിൻ്റെ മഹത്വം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരിക്കലും ആയിഷ ബീവിക്ക് എന്ത് ചെയ്തു, ഭയങ്കര നിരാശ ഉണ്ടായി. കാരണം ഖദീജ ബീവിൻ്റെ മധുഹ മാത്രം എപ്പോഴും പറയുന്നുള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഭവം ബോധിപ്പിക്കുകയാണ്, ഇതിന് വേഗങ്ങൾക്ക് ബാക്കിയുള്ള ഭാര്യമാരൊന്നും ഇല്ലാത്ത പോലല്ലോ, എപ്പോഴും ഖദീജ 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 എന്നിട്ട് ഖദീജയുടെ മാത്രം വിഷയം പറയുന്നത് വെച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, ഒരു വ്യക്തി ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരണപ്പെട്ടാൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾക്ക് എന്താണ്, അർഹനാണ്. ഖദീജ ബീവിൻ്റെ ജീവിതം നമുക്കറിയാലോ, എല്ലാം മുത്തുനബിക്കും ദീനിനും വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരാളാണ്. മാത്രമല്ല ഒരിക്കലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് കയറിയപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് മുത്തുനബിയുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ഏരിയ കെട്ടിയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുത്തുനബി അദ്ദേഹത്തിന് ദുന്യാവിനും ആഖിറത്തിനും വേണ്ടി ദുആ ചെയ്തെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്ന ഒരാളിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ട് കാര്യങ്ങളാണ്. അതെന്തിനാണ് പറയുന്നത്, ഇങ്ങനെ സാധനമല്ലോ, വി ആർ ഷേപ്ഡ് ആൻഡ് ഫാഷൻഡ് ബൈ വാട്ട് വി ലവ്. നമ്മൾ എന്താണ് സ്നേഹിക്കുന്നത് അത് നമ്മളെ ഷേപ്പ് ചെയ്യും, നമ്മൾ ഫാഷൻ ആക്കും. കാരണം ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ, നമ്മളൊരു ഉദാഹരണം പറയാം, ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നടക്കാനേ കാരണം നമ്മൾ ആഗ്രഹിക്കുക അല്ലേ. യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി കാരണം കൊണ്ട് നമ്മൾ മൊത്തം മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്നേഹിക്കാൻ ഏറ്റവും അർഹതയുള്ളത്. കാരണം അങ്ങനത്തെ ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, അവിടുത്തെ മദ്ഹ് പാട്ടുകളൊക്കെ പാടുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മദ്ഹ് മൗലൂദ് എന്നൊക്കെ പറയുമ്പോഴേ എന്തുകൊണ്ടാണ് പറ്റാത്തെന്ന് പറയുന്നത്, ഇങ്ങനെ ചിലർ പറയല്ലോ അത് പറ്റില്ല. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ നിബിധങ്ങൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മളിങ്ങനെ പുകഴ്ത്തി പറയാണ്, പാടാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് പുകഴ്ത്തുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള സദസ്സുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആളുകൾക്കൊരു സന്തോഷം എന്നുള്ള സംഭവം എപ്പോഴും ആളുകൾ ഹാപ്പിനെസ് എവിടെ കിട്ടുകയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടാത്തക്കുമ്പോഴാണ് പിന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത്, ആകെ ഡിപ്രഷൻ വരുന്നത്, മൂഡ് ഓഫ് വരുന്നത്. അപ്പോൾ അതൊരു ആത്മീയ അന്തരീക്ഷത്തിൽ കിട്ടുമ്പോൾ നമ്മൾ പറയല്ലോ, ഒരു നനവുള്ള
പിന്നെ ഇസ്ലാം എന്നൊക്കെ പറയാലോ, ഒരു വരണ്ട എന്നതിന് പകരം. അപ്പോൾ നമ്മൾ ഒരു മൗലിക സംഘടിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകൾ, ചിലപ്പോൾ നമ്മൾ അവരെ വേഷം കണ്ട് മാറ്റി നിർത്തിയ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പിന്നെ സ്റ്റോറികൾ കണ്ടിട്ട് അവരങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളായിരിക്കും. അവരൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ട് സജീവമായിട്ട് ആത്മാർത്ഥമായിട്ട് മൗലിദ് വെല്ലുന്നത്. ആ മുത്തുനബിയോടുള്ള ആ സ്നേഹം മതിയാകും ദുനിയാവ് ആഖിറ ശരിക്കും നമുക്ക് രക്ഷപ്പെടാൻ. പിന്നെ ഇത് സ്നേഹപ്രകടനം, അത് നമുക്ക് എവിടെ വരെ പോകാമെന്നുള്ള ഒരു ചർച്ചയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സ്വഹാബത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ബിലാൽ തങ്ങൾ, മുത്തുനബി തങ്ങൾ വഫാത്താവാന്ന് അറിയുമ്പോൾ ബിലാൽ തങ്ങൾ മദീന വിട്ടു പോകുന്നുണ്ട്. എന്തിനാണ് അക്കാലം വരെ മുത്തുനബി തങ്ങളെ വിളിച്ചുണർത്തിയിരുന്ന, മുത്തുനബി തങ്ങൾക്ക് ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ തങ്ങൾ മദീന വിട്ടു പോകുന്നതെന്നൊരു ചോദ്യമുണ്ട്. കാരണം മുത്തുനബിയുടെ ജീവിതകാലത്ത് ബിലാൽ തങ്ങളാണ് ബാങ്ക് കൊടുക്കുന്നത്. എന്നാൽ മുത്തുനബിയുടെ വഫാത്തിന് ശേഷവും ബിലാൽ തങ്ങൾ തന്നെയല്ല അവിടെ ബാങ്ക് കൊടുക്കണ്ടേ, തുടർത്തി പോരേണ്ടതുണ്ട്. പക്ഷെ ബിലാൽ തങ്ങൾ നാട് വിട്ടു പോവാണ്. കാരണം ബിലാൽ തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ ചെരുപ്പിടാറില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഒരിക്കലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ തല കുനിച്ചിങ്ങനെ പോകും. അപ്പോൾ ആളുകൾ അന്വേഷിക്കും, എന്തിനാ അങ്ങനെ തല കുനിച്ചു പോകുന്നത്, അവിടെ ഒന്നും ഇല്ലല്ലോ. അവൻ പറയും, ഒരിക്കൽ മുത്തുനബി തങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ മരത്തിൽ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല കുനിച്ചു പോകുന്നത്. പക്ഷെ ഇപ്പം മരമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരം ഇല്ലാതിരുന്നിട്ട് പോലും മുത്തുനബി തങ്ങൾ തല കുനിച്ചു പോയ സ്ഥലത്തിലൂടെ മുത്തുനബി തങ്ങളെ പിന്തുടരാന്നുള്ള അർത്ഥത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തല കുനിച്ചു പോവാണ്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മുത്തുനബി തങ്ങൾ പിന്നെ കിടന്ന പാറപ്പുറത്ത് കിടക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം മുത്തുനബി തങ്ങളെ ഫോളോ ചെയ്യാണ്. അതുപോലെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ശരീരത്തിലേക്കൊരു വീട്ടിൽ നിന്നുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു പാത്തിയുണ്ട് പൊതുവഴിയിലേക്ക്, അതിൽ നിന്നുള്ള അഴുക്ക് വെള്ളമാവും. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിന് അത് ദേഷ്യം പിടിക്കും, അവിടെ ആ പാത്തിയൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അറിയുമ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളെന്ത് പണിയാണ് കാണിച്ച് ആ പാത്തി എടുത്ത് ഒഴിവാക്കിയേ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ച പാത്തിയായിരുന്നല്ലോ. പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ആ വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന അതിനുള്ള സംവിധാനം. അപ്പോൾ ഉമർ റളിയല്ലാഹു ആകെ ഒരു ബേജാറാവും. കാരണം മുത്തുനബി തങ്ങൾ വെച്ച പാത്തിയാണോ ഞാൻ എടുത്ത് ഒഴിവാക്കിയെന്നുള്ളത്. എന്നിട്ട് പറയും, ഉമർ റളിയല്ലാഹു പറയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ പിരീഡിൽ ചവിട്ടി നിന്നിട്ട് ആ പാത്തി അവിടെ സ്ഥാപിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സംശയം ഉണ്ടാവും, അപ്പോൾ ആ പരിസരത്തുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും അവർക്കും അത് കാണുമ്പോൾ, ആ സംവിധാനം കാണുമ്പോൾ മുത്തുനബി തങ്ങൾ ഓർമ്മ വരികയാണ്. കാരണം മുത്തുനബി തങ്ങൾ സംവിധാനിച്ച ഒരു സാധനം കാണുമ്പോൾ അവർക്ക് മുത്തുനബി തങ്ങളെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഈ കേസിലൊക്കെ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം പിന്നെ സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ പ്രകടനങ്ങളാണിത്. പിന്നെ മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ മെൻഷനാന്നുള്ളത്, നമുക്ക് ഏതുവരെ സ്നേഹിക്കാം. അപ്പോൾ പിന്നെ മുഹമ്മദുൻ അബ്ദുഹു വ റസൂലുഹു എന്നാണ് നമ്മൾ പറയാറ്. അബ്ദ് കഴിഞ്ഞിട്ടാണ് റസൂൽ പറയുന്നത്. മുത്തുനബി തങ്ങൾ അള്ളാഹിൻ്റെ അടിമയാണ്. അടിമ എന്ന് പറയുമ്പം ഏറ്റവും പരിപൂർണനായ, നമ്മൾ അൽ ഇൻസാനുൽ കാമിൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു പിന്നെ വ്യക്തിത്വത്തിന് ഏതൊക്കെ തരത്തിലുള്ള ബഹുമാനങ്ങൾ, അതുപോലെ സ്നേഹപ്രകടനങ്ങൾ കൊടുക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു ഇലാഹ് അല്ലെങ്കിൽ ദൈവം എന്നുള്ള അർത്ഥത്തിലേക്ക് മാറാതിരുന്നാൽ മതിയല്ലോ. ഞാൻ ഇപ്പം നേരത്തെ ഈ സാധനം പറഞ്ഞപ്പോൾ ശിവലിയൊന്ന് സൂചിപ്പിച്ചു ഓർമ്മ വന്നത്, നമ്മളിപ്പോൾ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ, നല്ലോണം നമ്മൾ ഒരാൾ നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ആകെ അപകടത്തിൽ പെട്ട് കിടക്കാൻ, മരണം കണ്ടു വെക്കുന്ന സമയത്ത് നമ്മളൊരാൾ എന്ത് ചെയ്യാണ്, രക്ഷപ്പെടുത്താണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ രക്ഷപ്പെടുത്താണ്. അയാളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ല, മരിച്ചേനെ. അങ്ങനെ ചിന്തിച്ച് നോക്ക്, ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ എത്രമാത്രം അത് പറയും, ഉറപ്പല്ലേ? കാരണം നമ്മൾ അയാളെങ്ങാനില്ല എന്നുണ്ടെങ്കിൽ അതൊരു മതമല്ലേ, അയാളെങ്ങാനില്ല, അയാളെ മനസ്സല്ലേ എന്നെ ഇങ്ങനെ എടുത്തത് മതമല്ലേ. നമ്മളുണ്ടാകാൻ കാരണം ആര്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്ന മത് എന്താ? ഹസ്സാൻ നബി സാബിത്ത് നിങ്ങൾ മതമല്ലേ ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ്. വേറെ എത്രയോ സാഹബത്തിൻ്റെ ചരിത്രം ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ റസൂൽ മിമ്പർ കെട്ടി കൊടുത്ത കഥ ആണല്ലോ ഹസ്സാൻ നബി സാബിത്ത് തങ്ങൾക്ക്. നമ്മളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നുള്ളത്.
ഇനിയിപ്പോൾ ഇത് വേണ്ടെന്ന് പറയുന്ന ടീംമാർ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച കുറേ ഇമാമന്മാർ ഇത് പറ്റുമെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് പോട്ടെ ഒരു 10-100 ഹദീസ് അള്ളാഹു വരാം. ഏതായാലും ഹദീസൊന്നും തീരാതിനെ കുറിച്ച് എന്താ ഒന്നും ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യാണ് ഇത് പറ്റൂല എന്നറിയാണ്. മറുവശത്താരാ 3 ലക്ഷത്തിലധികം ഹദീസുകൾ കാണാൻ പഠിച്ച മഹാന്മാരായ ഇമാമികൾ പറയുകയാണെന്ത് റസൂലുള്ളാഹിന്റെ പേരിൽ നബിദിനം പറ്റും. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് പൊട്ടി വിളിച്ച ചില ആൾക്കാരാണ് ഇതൊന്നും പറ്റൂല, ഒക്കെ വിധത്താണ്, മറ്റേതാണ്, അതാണ്. ഇത് കേട്ടെ. ഇനി എപ്പോഴും പറയുന്നൊരു സാധനം എന്ത് അനിസ്ലാമികമാണെന്നാണ്. നമുക്ക് നോക്കാം അനിസ്ലാമികം എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ നബിദിനം ആഘോഷിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഒരു റാലി നടത്തും. അതാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ. റാലി നടത്തുമ്പോൾ പൊതുവേ റാലി നടത്തുമ്പോൾ പറയാറുള്ളത് എന്താ, റാലി നടത്തുമ്പോൾ വഴിയിൽ പ്രയാസം ഉണ്ടാക്കലല്ലേ. അത് ഇസ്ലാം പറയുന്നുണ്ട് എന്ത് വഴിയിൽ പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റാണ്. ഞാൻ ചോദിക്കാല്ലേ, ഈ വഴിയിൽ നമ്മൾ ഈ റാലി വഴിയിൽ നടത്തുന്നില്ല, വേറെ മലഞ്ചെരുവിലോ മറ്റോ നടത്താണെന്ന് അംഗീകരിക്കുമോ? അതെ, ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇനി ഈ റാലി നടത്തുന്നുള്ള ഈ റാലി നടത്തുന്ന ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര കല്യാണം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പൊതുപരിപാടികൾ നടത്തുന്ന സമയത്ത് വഴിയിൽ തടസ്സം ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ പേരിൽ ആക്കെ പറ്റൂല എന്നറിയലുണ്ടോ? ഒരു കല്യാണം നടത്തിയപ്പോൾ വഴി തടസ്സമുണ്ട്, അതുകൊണ്ട് അതിനൊരാളും കല്യാണം കഴിക്കാൻ പാടില്ല എന്നറിയലുണ്ടോ? ഇല്ല, അതൊന്നും ഇതാണ്. ഇനി മറ്റേ ഇസ്ലാമിക എന്താ ഇതിൽ പറയാറുള്ളത്? റാലി ശരിക്കും നമ്മൾ അല്ല, അറ്റ്ലീസ്റ്റ് റാലി അത് കാണാത്തതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. റാലിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഞാൻ പറയാം. എൻ്റെ നാട്ടിലൊക്കെ, നിങ്ങളൊക്കെ നാട്ടിലൊക്കെ എങ്ങനെ ആയിരിക്കും? റാലി എടുക്കുമ്പോൾ മുത്തുനബിയുടെ പേരിൽ ബൈത്ത് ചൊല്ലും, മധു പാടുന്നുണ്ടാവും. ഇതൊക്കെയാണ് നടക്കാറുള്ളത്. ഈ മുത്തുനബിയുടെ പേരിൽ മധു, സ്വലാത്ത് ചൊല്ലൽ, ബൈത്ത് പാടലൊക്കെ അനിസ്ലാമികമാണോ? അല്ലല്ലോ. നമുക്ക് അങ്ങനെ നോക്കണല്ലേ. അപ്പോൾ അത് അനിസ്ലാമികമല്ല. മധു പാടുന്നൊന്നും അനിസ്ലാമികമല്ല, ബൈത്ത് ചൊല്ലുന്നൊന്നും അനിസ്ലാമികമല്ല. ഇനി ഭക്ഷണ വിതരണം നേരത്തെ പറഞ്ഞല്ലോ, ഖദീജ ബീവിൻ്റെ കഥ പറഞ്ഞ് അതിലൊന്നുകൂടെ എന്ത് റസൂലുള്ളാഹി എന്താക്കുമായിരുന്നു? ഖദീജ ബീവിൻ്റെ വഫാത്തിന് ശേഷം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് എന്ത് കൊടുക്കുമായിരുന്നു? മാംസം വിതരണം ചെയ്യുമായിരുന്നു. അതായത് ഇതിൽ നമുക്ക് ശരി കാണാമല്ലോ ഇതൊക്കെ. അപ്പോൾ ഈ ഭക്ഷണ വിതരണം ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഭക്ഷണ വിതരണം. ഇതാണ് എന്ത് നടത്തൽ? എന്ത് നമ്മളെ റാലി നടക്കുക, ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മത് പറയുന്നത് അനിസ്ലാമികല്ല, മത് പറയുന്നത് ഇസ്ലാമികമാണ്, ഭക്ഷണ വിതരണം ഇസ്ലാമികമാണ്. ഇത് രണ്ടും കൂടിയ റാലിയോ? ഇത് ഭക്ഷണ വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോകുന്നു, മത് പാടി പോകുന്നു. ഇതോ അത് അനിസ്ലാമികം അല്ലേ? ഇതൊക്കെ എന്താ അറിയില്ല, ഇതിൻ്റെയൊക്കെ സംഭവം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കാം. ഇനിയിപ്പോൾ പക്ഷേ ഇതിൽ പ്രശ്നം പൊതുവെ എന്ത്, ഇനിയിപ്പോൾ ആൾക്കാരെന്തെങ്കിലും ഇതിൽ അതിർത്തി എന്താ ഇത് ബൗണ്ടറി കടന്നിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സാധനം കണ്ടു, അതായത് നബിദിനം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മറ്റേ വെടി എന്താ പൊട്ടിക്കുക, മറ്റേ ഈ സാധനമൊക്കെ അങ്ങനെ തിരിച്ചിങ്ങനെയൊക്കെ സാധനം പൊട്ടിക്കുക. അപ്പോൾ അതൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ ഒരു നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അതിനാരെങ്കിലും നബിദിനാണെന്നൊക്കെ പറഞ്ഞ് അത് കൊണ്ടുവന്നാൽ എന്ത്, നമ്മളല്ലേ ഉത്തരവാദികൾ. നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പോൾ അവളെ നിസ്കരിക്കാൻ പറയുന്നുണ്ട്, നോമ്പ് എടുക്കാൻ. അപ്പോൾ ഒരാളെന്ത് ചെയ്യാണ്, നിസ്കാരത്തിൽ കൈകെട്ടി ഒരാൾ തെറി പറയാണ്, തെറി പറയാണ്, ആൾക്ക് കിട്ടിയ ആൾക്കാരൊക്കെ തെറി അറിയാണ്. അതിൻ്റെ പേരിൽ നിസ്കാരത്തിൽ തെറി അറിയുന്നുണ്ടല്ലോ, നിസ്കരിക്കേണ്ടെന്ന് പറയാറിയല്ലോ. അല്ല ഞാൻ പറയുന്നത്, ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ചിലപ്പോൾ പോയാൽ കാണാം ഇങ്ങനെ എന്തെങ്കിലും കോപ്രായങ്ങൾ ആരെങ്കിലും കാണിച്ചു കൂട്ടിയാൽ കണ്ടപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കരുതെന്ന് പറയുന്നത്. ഇതേ ടീമിനോട് ഈ രൂപത്തിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതുകൊണ്ടാണ് നിസ്കരിക്കേണ്ടതെന്ന്. കാരണം നിസ്കാരത്തിന് ഇത് തെറി വിളിക്കണ്ടല്ലോ. അപ്പോൾ നിസ്കാരത്തിന് കൃത്യമായിട്ട് എന്ത് പഠിപ്പിച്ച് തന്നൊരു ഇതുണ്ട്, ആ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ നബിദിനത്തിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഈ അനിസ്ലാമികമാണെന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇസ്ലാമികമായ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളത്. പിന്നെന്ത് ആണ് നേരത്തെ പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ് മുത്തുനബിയോടുള്ള സ്നേഹം എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ മത് പറയാൻ നമുക്ക് എന്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരാളാണ് എന്ത് റസൂലുള്ളാഹി എന്നുള്ളത്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരെ നമ്മൾ പരസ്പരം ഇതാകുന്നുണ്ടാവും, അത് പറയുന്നുണ്ടാവും. പിന്നെ എന്തോ ആഘോഷിക്കാന്നുള്ളൊരു മൈൻഡിലേക്ക് മലയാളികൾ സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വലിയ പക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നുള്ളത് നബിദിനം അതുപോലെ തന്നെ ആ റാലികളൊക്കെ വിമർശിക്കുന്നത്. ഇപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ലോറിയിൽ രാത്രി നബിദിന റാലി നടത്തുകയുള്ളൂ. കാരണം ഈ ലോറിയുടെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും നബിദിന ആശംസകൾ. ബാക്കിലേക്ക് വരുമ്പോൾ ലോറിയുടെ ബാക്കിൽ ലൈറ്റും സൗണ്ട്സും ബൂഫറൊക്കെ വെച്ചിട്ട് മറ്റേ DJ കാരം വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും നേരത്തെ നശീതക്കാരൻ മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ബാക്കിൽ നടക്കുന്നത് ദഫ് കയ്യിലുണ്ട് എന്നതിനപ്പുറം നടക്കുന്നത് വെറും എന്താണ്
കൂത്താട്ടമാണ്. അതിൽ സ്ത്രീകൾ പങ്കാളികളാകുന്നുണ്ട്. സൈഡിൽ നിന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ മാത്രമല്ല റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. മൊത്തം ഒരു ആർഭാടം. അതല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാം നിശ്ചയിച്ച പരിധിക്ക് അപ്പുറമുള്ളൊരു ആഘോഷം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നബിദിനത്തിന് നല്ല മാതൃക നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. അത് പുറത്തേക്ക് ഞാൻ കണ്ടൊരു ഏറ്റവും നല്ല സാധനമാണ് ലക്ഷദ്വീപിൽ നബിദിനം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ അവിടെ പോകാനിടയായി, ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് റമദാൻ മാസമാണ്. അപ്പോൾ ആ നാട്ടിലത്തവർക്ക് നമ്മളെ ഒരു അതിഥി എന്ന നിലക്ക് നമ്മളോട് അവിടുത്തെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ പറയുന്നൊരു സാധനമാണ് നബിദിനം. അപ്പോൾ നബിദിനം സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കും എങ്ങനെ നബിദിനം എന്നുള്ളത്. അങ്ങനെ നബിദിനം ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് അവിടുന്ന് അവരുടെ വാക്കുകളിലൂടെ അതുപോലെ തന്നെ ഒരു കാണിച്ചു തരുന്ന സാധനങ്ങളൊക്കെ ഞാൻ നബിദിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തീർത്തും വ്യത്യസ്തമാണ്. അതായത് സഫർ പതിക്ക് ശേഷം എല്ലാ മുക്കിലും മൂലയിലും മദ്രസയിലും പള്ളിയിലൊക്കെ മീലാദ് കമ്മിറ്റികൾ ഉണ്ടാകുന്നു. ഈ മീലാദ് കമ്മിറ്റികൾക്ക് എന്ത് ചെയ്യുന്നു, നിശ്ചിത ഡ്യൂട്ടി വിഭജിച്ച് നൽകുന്നു. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെറിയ ഡ്യൂട്ടിയൊന്നുമില്ല. കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ഭക്ഷണം പലഹാരമൊക്കെ കയറ്റി കൊണ്ടുപോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കേരളത്തിൽ നിന്ന് ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് അവിടേക്ക് ഷിപ്പ് ഒരു മാസം ഇല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളൂ ഓരോ ദ്വീപുകൾക്കും. ഇതിന് ആളെ നിയമിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇറച്ചി കഴുകാൻ, ഇത് പാകം ചെയ്യാൻ, ഈ ഉണ്ടാക്കി ഭക്ഷണം വീടുകളിൽ കൂടെ വിതരണം ചെയ്യാൻ, പിന്നെ റബീഉൽ അവ്വൽ 12 ആയിട്ടുണ്ടെങ്കിൽ റാലി നിയന്ത്രിക്കേണ്ട ടീം, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കാനുള്ള ഒരു വിഭാഗം. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല നമുക്ക് ഇസ്ലാം പറയുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ ഇസ്ലാം വെച്ച അതിർത്തിക്കുള്ളിൽ ഒരു നബിദിനമൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ എടുപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ വർഷവും എല്ലാവർക്കും അറിയാം നിശ്ചിത ഒരു ഭക്ഷണത്തിൻ്റെ വീതം അരി, മുളക്, അങ്ങനെ സംവിധാനങ്ങളൊക്കെ മാറ്റി വെക്കും. പള്ളിയിലേക്കുള്ളതാണ്. ഇത് പള്ളി കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ആളുകൾ എടുക്കുന്നത് കൊണ്ടാണ് ഇതിന് എടുപ്പ് എന്ന് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ഒരു പള്ളിക്ക് എത്തിച്ചു കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെയുള്ള ആളുകൾ വരും. എങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവർ കളക്ട് ചെയ്യും. ഇവർ കളക്ട് ചെയ്തിരുന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് നബിദിനത്തിന് പങ്കെടുത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. റാഹത്തുള്ള പരിപാടിയാണ്. ഇനി നബിദിൻ്റെ റാലി തന്നെ വ്യത്യസ്തമാണ്. നബിദിൻ്റെ റാലി എന്ന് പറഞ്ഞാൽ എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചിട്ട് എല്ലാവരുടെ അടുത്തും ദഫ് ഉണ്ടാകും. ചെല്ലുന്നതോ ബൈത്തും അതുപോലെ തന്നെ നശീദകളും ഞാത്തുകളും ഉരുവിട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ റാലി മുന്നോട്ട് കൊണ്ടേയിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ എന്തില്ല, വെറും പാട്ടായി അലമ്പായി നടക്കുന്നില്ല. ഞാത്ത് നശീദമായി ബൈത്തുമായിട്ട് ചെറിയ കുട്ടികളടക്കം എന്ത് ചെയ്യുന്നുണ്ട്, കൗമാരക്കാരടക്കം യുവാക്കളടക്കം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പങ്കുചേരുന്നുണ്ട്. ഇവർ അണിനിരായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ വീടുകളിൽ കയറുന്നു. അവിടെ ചിലർ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഭക്ഷണം കഴിക്കും. അവിടുന്ന് എന്ത് ചെയ്യും, ദുആ ചെയ്ത് കൊടുക്കും. അങ്ങനെ അടുത്ത വീട്ടിലേക്ക് വരും. അങ്ങനെ എന്താ പറയുക, നമുക്കൊക്കെ ഒരു കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും അവിടെ കൂടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു നബിദിനായിട്ട് തോന്നിയ സാധനം.